ഹായ്, ആദ്യ സെറ്റ് ലൈഫ് വ്ലോഗ്സിൻ്റെ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളങ്ങനെ അനിഴം ഓണം കൂടി ഇടുകയാണ്. എല്ലാവർക്കും അനിഴം ഓണാശംസകൾ. എവിടം വരെയായി നിങ്ങളുടെ ഓണാഘോഷം? ഇന്ന് ഞങ്ങളുടെ ഓണവിശേഷം എന്താണെന്നറിയോ? രാവിലെ പൂക്കളം ശേഷം പായസം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. സേമിയ പായസമായിരുന്നു ഇന്ന് ഉണ്ടാക്കിയത്. കുറച്ച് മധുരം അധികമായിപ്പോയി, എന്നാലും കുഴപ്പമില്ല, പായസമല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം. പായസം മധുരം കുറച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകും. മധുരം കുറച്ച് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് മട്ടുകയും ചെയ്യും. പിന്നെ 2 ദിവസം കൂടിയൊക്കെ അങ്ങ് കുടിക്കാൻ. എനിക്ക് സേമിയ പായസം അത്ര ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് പാലട ഇഷ്ടമാണ്. പണ്ടൊക്കെ അമ്മ എന്നും ഉണ്ടാക്കി തരൽ സേമിയ പായസമായിരിക്കും. അപ്പം അതിങ്ങനെ കുടിച്ച് മട്ടിയത് കൊണ്ടാവും ഇപ്പോൾ എനിക്ക് സേമിയ പായസം ഇഷ്ടമല്ല. ഗോതമ്പ് പായസം അന്ന് ഞങ്ങൾ തൊടത്തേ ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കണ്ടുകൂടാത്തൊരു പായസമായിരുന്നു ഗോതമ്പ്. അതുപോലെ തന്നെ അടപ്രഥമൻ, തേങ്ങാപ്പാൽ കൊണ്ട് ഉണ്ടാക്കുന്ന പായസം അന്ന് ഞങ്ങൾ കുടിക്കത്തില്ലായിരുന്നു കേട്ടോ. എന്നാൽ ഇന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഗോതമ്പ്, അടപ്രഥമൻ, അതുപോലെ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടെടുക്കുന്ന പായസം ഇന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അതും പപ്പടവും പഴവും കൂട്ടി കഴിക്കുന്ന ഒരു ടേസ്റ്റ് സേമിയ പായസം കുടിച്ച് കഴിയുമ്പോൾ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ പാലട കുടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ല. അതിലാണ് എപ്പോഴും മാച്ചിങ്. അതിൻ്റെ കൂടെ ഇച്ചിരി നാരങ്ങാച്ചാറും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. ഗോതമ്പ് പായസവും പപ്പടവും പഴവും നാരങ്ങാച്ചാറും സൂപ്പർ കോമ്പിനേഷനാണ്. സേമിയ പായസത്തിൻ്റെ കൂടെ ഒന്നും മാച്ചല്ല. ഈ പറഞ്ഞോണം പപ്പടം ചേർത്ത് കഴിഞ്ഞാൽ യാതൊരു ടേസ്റ്റും ഇല്ല. പിന്നെ ഇപ്പോൾ ഒരു ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ട്, എന്തുവാ അതിൻ്റെ പേരെന്ന് അറിയില്ല, ഒരു മഞ്ഞ പോലത്തെ അത് വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ നല്ലതെന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ അത് അങ്ങനെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. മഞ്ഞ പപ്പടം പോലെ ഇരിക്കുന്ന അതിനെന്തോ പേര് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞങ്ങളുടെ എറണാകുളം ജില്ലയിൽ ആ ഒരു സ്നാക്സ് ഇറങ്ങിയിട്ടില്ല. അപ്പം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്തെങ്ങാണ്ട് പെരുമ്പാവൂരൊക്കെ കിട്ടുന്നുണ്ട്. പേര് ഞാൻ വിട്ടുപോയി. പിന്നെ പറ, വിശേഷങ്ങൾ പറ. നിങ്ങളുടെ വിശേഷങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുവാണെങ്കിൽ ഒരുപാട് സന്തോഷമാവും എനിക്ക്. ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പൂക്കളം ഇട്ട് കഴിഞ്ഞതിന് ശേഷം പാൽപ്പായസം ഉണ്ടാക്കി. പാൽപ്പായസം മീൻസ് സേമിയ പായസം ഉണ്ടാക്കി. അതിന് ശേഷം ഞങ്ങൾ മണ്ണെടുക്കാൻ പോയി. മണ്ണെടുത്തിട്ട് വന്നിട്ട് ഞങ്ങൾ അത് ഒന്ന് സേഫായിട്ട് എടുത്തു വെച്ചു കേട്ടോ. ഇനി ഉണ്ടാക്കാനൊന്നും നേരമില്ല. ഓണത്തപ്പനെ നിങ്ങൾ ഓണത്തപ്പനെ ഉണ്ടാക്കുവാണോ ചെയ്യല്, അതോ വാങ്ങിക്കലാണോ? ഒന്ന് പറയണേ. ഞങ്ങളൊക്കെ പണ്ടത്തെ കാലത്ത് ഓണത്തപ്പനെ ഉണ്ടാക്കും കേട്ടോ. അമ്മയുടെ കൂടെ ഇരുന്നിട്ട് നല്ല രസമാണ് മണ്ണെടുത്ത് കളിക്കാനും കുഴയ്ക്കാനും ഒക്കെ. അമ്മയുടെ കൂടെ അത് ഉണ്ടാക്കുമ്പോൾ അമ്മയുടെ നിന്ന് വഴക്കൊക്കെ കിട്ടും കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലും നമ്മുടെ ഉടുപ്പിലും ഒക്കെ ആകും. ചെളിയിൽ കിടന്ന് ഉരുണ്ട പരുവാവും. കാരണം നമ്മളൊന്നും നോക്കത്തില്ല. കൈ എടുക്കും, അങ്ങ് കുഴയ്ക്കും, പിന്നെ ഒന്ന് ഉടുപ്പയിൽ തൂക്കും, പിന്നെ എടുക്കും, പിന്നെ ഉടുപ്പിൽ തൂക്കും. ഇതന്നെ പരിപാടി. ആ ഒരു ടൈമിങ് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അമ്മിക്കല്ല്, ഓരൽ, പിന്നെ 2 ഉണ്ട ഉരുട്ടിയിട്ട് മാവേലീനൊക്കെ ഉണ്ടാക്കും കേട്ടോ. കാലും കൈയൊക്കെ വെച്ചിട്ട്. പിന്നെ തുമ്പക്കുടം കൊണ്ടും മാവേലീനെ ഉണ്ടാക്കാറുണ്ട് അമ്മ. അപ്പം നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത്? ഓണത്തപ്പനെ വാങ്ങിക്കുകയാണോ, ഓണത്തപ്പനെ ഉണ്ടാക്കുവാണോ? ഇന്നെല്ലാം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? എല്ലാം നമുക്കിന്ന് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. ഒന്നും അറിയേണ്ട കാര്യമേ ഇല്ല. ആഹാ, എന്താ സുഖമല്ലേ. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും സന്തോഷമുണ്ടോ? ഒരു സന്തോഷമായിട്ട് ഇല്ലതാണ്. നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നിറയെ സ്നേഹം.